നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്റെ മോളെ, എന്റെ പൊന്നുമോള്, ഈ അമ്മയുടെ പ്രാർത്ഥന ദൈവം കേട്ടു. രാഘവേട്ട, ഇതെങ്ങനെയാ? ശാലിനി നടത്തിയ ഒരു നാടകമാണ് ഫലം കണ്ടതെന്ന് തൽക്കാലം ഭാമ അറിയണ്ട. അത് ചിലപ്പം ഭാമയുടെ നാവിന് വെളിയിൽ പോയി നിരിക്കും. പിന്നെ ഇത്രയും നാള് വെള്ളം കോരിയത് വെറുതെയാവും. പറയൂ രാഘവേട്ട, എന്ത് അത്ഭുതമാണ് സംഭവിച്ചത്? ഏത് ദൈവം ഇവിടെ അവതരിച്ചത്? അല്ല, മരുന്നുകളൊക്കെ ക്രമേണ ഫലം കാണുമെന്നല്ലേ അബ്ദുൽ ഖാദർ ഡോക്ടർ പറഞ്ഞത്? അതിന്റെ ആവും. മരുന്ന് മാത്രമല്ല രാഘവേട്ട, ദൈവാനുഗ്രഹവും. ഇന്ന് ഇവളുടെ പേരിൽ ഒരു പ്രാർത്ഥന നടത്തിയിരുന്നു മഹേശ്വരൻ നമ്പൂതിരി. ഇതിപ്പോ പൂജയ്ക്ക് മുമ്പേ ദൈവം പ്രസാദിച്ചു എന്ന് പറഞ്ഞതുപോലെ ആയല്ലോ. അവതരിച്ച ദൈവം നിന്റെ മരുമകൾ തന്നെയാ ഭാമേ. ശാലിനി അവള് വഴിയാ ഇവിടെ അത്ഭുതം സംഭവിച്ചത്. അത് നിന്നോട് പറയാൻ ഒരു നിർവാഹവും ഇല്ലല്ലോ. രാഘവേട്ടൻ എന്താ ആലോചിക്കുന്നത്? അല്ല, മഹേശൻ തിരുമേനി എന്ത് പറഞ്ഞതാ? രാഘവേട്ട, രാഘവേട്ട, ചില ദോഷങ്ങളുണ്ട്. പഞ്ചകൈലാസത്തിലെ പ്രീതിയുടെ അപകടത്തിന് ശേഷവും അത് നമ്മളെ വിട്ടൊഴിയാതെ പിന്തുടരുന്നുണ്ട്. ധനനഷ്ടം, മാനഹാനി, വാസസ്ഥലം മാറൽ, അന്യദേശവാസം എന്നിവയൊക്കെയാ മുന്നിൽ കാണുന്നത്. എന്താ നീ പറയുന്നൊക്കെ? അതെ രാഘവേട്ട, ദോഷങ്ങളുണ്ട്. പരമാവധി സൂക്ഷിക്കണമെന്ന് മഹേശ്വരൻ നമ്പൂതിരി പറഞ്ഞത്. ദോഷങ്ങൾ? ഭാമേ, എന്താണ് കാരണം? ശ്രീപാർവതി. ശ്രീപാർവതിയോ? അതെ, പ്രീതിയുടെ മോള്. ദേവാംശം ഉണ്ടായിരുന്നു അവളിൽ. ശാലിനി അവൾക്ക് എന്റെ അമ്മയുടെ പേരിട്ടത് യാദൃശ്ചികമല്ല, ദൈവഹിതമാണെന്ന് മഹേശ്വരൻ നമ്പൂതിരി പറഞ്ഞത്. അമ്മയുടെ ആത്മചൈതന്യവും അവളിലുണ്ടായിരുന്നു. അവളെ ഈ വീട്ടിൽ നിന്ന് പടിയിറക്കി വിട്ടത് പെറ്റമ്മയും ദൈവത്തെയും ഒരുപോലെ തെരുവിലോട്ട് ഇറക്കി വിട്ടതുപോലെയായിരുന്നു. അത് മഹേശ്വരൻ നമ്പൂതിരി പറഞ്ഞത്. രാഘവേട്ട, എന്നോട് ക്ഷമിക്കണം. അല്ല, പരിഹാരം? മോളെ യഥാവിധി തിരികെ അനയിച്ച് ചോറ് കൊടുക്കണമെന്ന്. അവളുടെ ചോറൂണ് കഴിഞ്ഞിട്ടില്ലല്ലോ. അതിവിടെ വെച്ച് നടത്തിയ ദൈവപ്രസാദവും ഐശ്വര്യവും തിരികെ വരുമെന്ന്. രാഘവേട്ട, ഒന്ന് പോയി സംസാരിക്കോ വിഷ്ണുവിനോട്, ശാലിനിയോട്. തറവാട് മൂടോടെ ഇളകുമ്പോഴെങ്കിലും നിന്റെ വാശി അല്പം മാറ്റി വെച്ചൂടെ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.